ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൊട്ടിയം വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലാണ്. കാരണം ഇവിടെ ഇന്ന് വലിയൊരു ഉപരോധം നടക്കാൻ പോവുകയാണ്. കാരണം കൊട്ടിയത്ത് പറക്കുളം പ്രദേശത്ത് ഏതാണ്ട് 20 ദിവസത്തിലേറെയായി കുടിവെള്ളം ലഭിച്ചിട്ട്. മാത്രമല്ല ഇവിടെയുള്ള വീട്ടുകാരുടെ ഈ കിണറുകളിൽ എന്ന് പറഞ്ഞ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ സാന്നിധ്യമുള്ളതുകൊണ്ട് വെള്ളം കുടിക്കാൻ വയ്യ. ഭയങ്കരമായ ദുർഗന്ധമാണ്. 600-700 രൂപയൊക്കെ കൊടുത്ത് ദൂരെ പോയി ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിനെതിരായിട്ട് ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മയനാട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിപിൻ ജോസിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ വാട്ടർ അതോറിറ്റി ഇന്ന് ഉപരോധിക്കുകയാണ്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് നിർവഹിച്ചു. വെള്ളത്തിൻ്റെ പ്രശ്നം എന്തോ ശരിക്കും? അത് ശരി, ഭയങ്കര സ്മെല്ലാണോ? ഒന്ന് വേണം. അപ്പോൾ ഡീസലിന് പെട്രോളിന് പാടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, ആഹാരം പാചകം ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്തായാലും നിവൃത്തി എന്തുകൊണ്ട് ഇവരൊന്നും പറയുന്നില്ല. അവരെന്താണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വെള്ളം എവിടെ നിന്ന് വെള്ളം വാങ്ങിക്കുകയാണോ? ഇപ്പം ഒരു ദിവസം വെള്ളത്തിന് എത്ര രൂപ വരുന്നുണ്ട്? ഈ ടാങ്കർ ഇതിലാണ് കൊണ്ടുവരുന്നത്, ടാങ്കിലോ? 600 രൂപ ദിവസം ചെലവ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ എന്നിട്ടും ഈ കൊട്ടിയം വാട്ടർ അതോറിറ്റി ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് 600 രൂപ ഉണ്ട് ദിവസം. ഞങ്ങൾ കൂലിവേല ചെയ്യുന്ന ഇപ്പൊ ഞാൻ ജോലിക്കാട്ടെ 10-20 വർഷമായി നടക്കാനും പോകാനും വയ്യ. മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് അടിച്ചാൽ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. കാലും കൈയും പാദം വന്ന് കിടക്കുന്നത്. എന്നെ കൊണ്ട് ഒരു ദൂരമൊക്കെ പോയി വെള്ളം കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതാ പരിസരത്തൊന്നും വെള്ളമില്ല. ഞങ്ങൾ ഈ അരി മേടിക്കാനുള്ള പൈസ ഉണ്ടോന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഈ വെള്ളം മേടിച്ച് ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? കൊട്ടിയത്ത് വെള്ളമില്ല, കുടിവെള്ളമില്ല. നടപടിയെടുക്കൂ. പന്നിയം, ഉമ്മേനെല്ലൂര്, കടമ്പാട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. കുടിവെള്ളമില്ലാത്ത സ്ഥിതിയിലാണ് പൊക്കോട്ടേക്ക്. അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ NH-യുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പണി നടക്കുന്നതെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് വെള്ളമില്ലാതിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഏതാണ്ട് വയനാട് പഞ്ചായത്തിലെ 600ഓളം വീടുകളിൽ കിണറില്ലാത്ത വീടുകളിലാണ് ഈ പ്രതിസന്ധി ഉള്ളത്. ഒട്ടും വെള്ളമില്ലാതിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പറക്കുളം മേഖലയിൽ ഒരു 16 വീടുകളോളം പൂർണ്ണമായിട്ടും ഡീസലും പെട്രോളും കലർന്ന വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ പോലും പോയി ഒരു വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അവർക്ക് അവരുടെ ആടും പശുവും കോഴിയും ഒക്കെ ഉള്ള വീടുകളാണ്. മനുഷ്യർ കൂടാതെ ഇങ്ങനെയുള്ള മൃഗങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമില്ല. ദിവസം 1000 രൂപ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ പോലും ഇങ്ങനെയുള്ള കുടിവെള്ളത്തിന് വേണ്ടി ചെലവാക്കേണ്ട സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിന് പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത്രയും ഉദ്യോഗസ്ഥരെയും സംവിധാനങ്ങളും ഒക്കെ ചെയ്ത് വാട്ടർ അതോറിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇത്രയും പൈസ കൊടുത്തല്ലേ ഇതിനകത്ത് ഇടുന്നത്? ഒരു 5 ദിവസം 6 ദിവസം NH-ന്റെ പണി ആയതുകൊണ്ട് നമുക്ക് ശരിയാണ് ഒരു പൈപ്പ് വെട്ടിപ്പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. 26-27 ദിവസം ഒരു സ്ഥലങ്ങളിൽ പൂർണ്ണമായി വെള്ളമില്ല. ഞങ്ങൾ ആ വെള്ളം കൂടെ കൊണ്ടുവന്നിട്ട് സാറേ ഇതൊന്ന് നോക്കി ഇതൊന്ന് മാപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കിണറ്റിലെ വെള്ളം നമ്മൾ തീപ്പെട്ടി കത്തിച്ച് കത്തുമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ദോഷം പിടിച്ചൊരു പരിപാടിയാണ്. നമ്മളത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുടിവെള്ളമാണ്. അതുപോലും ഈ സർക്കാരിനോ വാട്ടർ അതോറിറ്റിക്കോ തരാൻ പറ്റുന്നില്ല. കുടിവെള്ളമാണ് സാറേ ഏറ്റവും മെയിൻ. കുടിവെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം നമ്മൾ ജീവിച്ചിട്ട് അതുപോലും ഇല്ലെങ്കിൽ
പക്ഷെ അതിപ്പോ കിട്ടുന്നില്ല. അല്ല, അത് മാത്രമല്ല, അത് സൗജന്യമാണെന്നാണ് അന്ന് പഞ്ചായത്ത് പറഞ്ഞത്. ഇപ്പൊ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ബില്ലും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു കൂടിയത് ഈ സൈഡ് അപ്പുറത്തുണ്ടോ? അപ്പുറത്ത് മെമ്പർ എൻ്റെ ഉണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് അവിടെ ഇപ്പോൾ വരുന്നുണ്ട്, സംസാരിച്ചിട്ട് അവിടെ ഇൻഫർമേഷൻ കൊടുക്കാമല്ലോ. ഈ ഒരു മെയിൻ ലൈനായിട്ട് യോജിപ്പിക്കാറുണ്ട്. നമ്മളെ ഈ മാള് മുമ്പോട്ട് പോകുന്നത് മയ്യനാട് റോഡായിട്ട് ഇൻഫർമേഷൻ ചെയ്യാണ്ട് അത് നൈറ്റിൽ നിന്ന് ചെയ്യാന്നാ പറഞ്ഞത്. അല്ല, ഇതിപ്പോ ഡെയിലി കൊടുക്കണമെന്നില്ല, ഒന്നിരാട് കൊടുത്താൽ മതി. ഒന്നിരാട് കൊടുത്താലും അവർ വെള്ളം സംരക്ഷിച്ച് കൊടുത്താലും മതി. കാരണം വെച്ചാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മയ്യനാട് ഗ്രാമപഞ്ചായത്തും ആവശ്യനല്ലൂർ ഗ്രാമപഞ്ചായത്തും തൃക്കോൽക്കോട്ടം പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ടാങ്കിൻ്റെ സംരംഭം ഉണ്ടാക്കിയത്. അതെ, ഈ നമ്മുടെ കലങ്ങൊക്കെയിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഈ കോർപ്പറേഷന് വെള്ളം കൊടുക്കാൻ അനുമതി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഈ പ്രതിഷേധ പരിപാടിയിൽ വിനോദത്തിൽ ഇവിടുത്തെ എഞ്ചിനീയർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കാണുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഇവരുടെ ഈ വാതിൽ അടച്ചുകൊണ്ട് തന്നെ ഇവരെ പുറത്തുവിടാത്ത രീതിയിലുള്ള സമരങ്ങളിലേക്ക് പോകുമെന്ന് മാത്രം പറയുന്നു. ഈ പരിപാടിയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉദ്ഘാടകനായിട്ടുള്ള ഇദ്ദേഹത്തിന് മുഹമ്മദ് ആരിഫിനെ 2 വാക്ക് സംസാരിക്കാനായിട്ടിരിക്കുന്നു. പല ദിവസങ്ങളിലും വാട്ടർ അതോറിറ്റിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ഉന്നതമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല. ഇതിൻ്റെ ആരോപണങ്ങൾ മുഴുവൻ NHന്റെ പണി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ NHന്റെ പണി നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒരു ഓവർസിയറെ അനുവദിച്ചിട്ടുണ്ട്. ആ ഓവർസിയറിൻ്റെ കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, ഈ പറക്കുളം മേഖലകളിൽ ഒരു 10-16 വീടുകളിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് കുടിവെള്ളം പെട്രോൾ മാലിന്യങ്ങൾ കലർന്ന് പൂർണ്ണമായിട്ടും കുടിക്കാനോ അല്ലെങ്കിൽ മറ്റുപയോഗങ്ങൾക്കോ യോഗ്യമായ രീതിയിലുള്ളതല്ല. ആ വീടുകളിൽ പോലും കുടിവെള്ളം എത്തിക്കുവാനുള്ള മാർഗങ്ങൾ ഇന്ന് പഞ്ചായത്തോ വാട്ടർ അതോറിറ്റിയോ എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ പാവപ്പെട്ട കൂലിപ്പണിക്കാരായ ആൾക്കാരാണ് അവിടെ ഉള്ളവർ. അവർ മുമ്പ് കശുവണ്ടി മേഖലകളിൽ ജോലി ചെയ്തിരുന്നവരാണ്. അതിനുശേഷം അവർ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് തൊഴിലുറപ്പ് പദ്ധതികളിലാണ് ജോലി ചെയ്യുന്നത്. നമുക്കറിയാം 100 ജോലി മാത്രമേ തൊഴിലുറപ്പ് പദ്ധതികളിലുള്ളൂ. ആ ജോലികൾ പൂർണ്ണമായും ആളുകളുടെ അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 1 മാസമായി അവർക്ക് അല്ലാതുള്ള വരുമാനങ്ങൾ പോലും ഇല്ലാത്തവർ 500-600 രൂപ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെയൊക്കെ കാര്യം സംബന്ധിച്ചിടത്തോളം അവർ കടം വാങ്ങിച്ചാണ് ഇന്നലെ ഒരു ലോഡിൽ വെള്ളം ഇറക്കിയത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കഴിയുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായ നടപടി എടുക്കുമെന്നാണ് ഇന്ന് ഇപ്പോൾ ഓവർസിയർ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം കൊട്ടിയത്തുണ്ടാകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. കിണറുകളിൽ മലിനമായി കിടക്കുന്ന വെള്ളത്തിന് പകരം ഇവിടുന്ന് വാട്ടർ കണക്ഷൻ കൊടുത്തുകൊണ്ട് അതിന് സൗജന്യമായ വെള്ളം നൽകാമെന്ന് മുൻകാലങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കാലങ്ങൾ മാറി, വർഷങ്ങൾ മാറി, ഉദ്യോഗസ്ഥർ മാറി. പക്ഷേ അവരുടെ ജീവിത സാഹചര്യത്തിൽ മാത്രം മാറ്റം വരുന്നില്ല. പാവങ്ങളെ വീണ്ടും പറ്റിക്കുന്ന സ്ഥിതിയിലോട്ട് പോവുകയാണ്. അവർ മലിനജലം കുടിക്കട്ടെ, മറ്റുള്ളവർ കണ്ടു നിൽക്കട്ടെ എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനൊരു മാറ്റം വരുത്തിയില്ല എങ്കിൽ ഇനി മുതൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഓഫീസ് കൂട്ടിയിട്ടുള്ള സമരവുമായി മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാർക്കും നന്ദി അറിയിക്കുന്നു.